ഇന്ന് മുംബൈക്കെതിരെ ജയിച്ചപ്പോൾ ഈ IPL-ൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത. മുംബൈക്കെതിരെ 18 റൺസിൻ്റെ വിജയമാണ് കൊൽക്കത്ത ഇന്ന് സ്വന്തമാക്കിയത്. കൊൽക്കത്ത 18 പോയിന്റോടെ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തി. ഇന്ന് കളി ജയിച്ച ശേഷം കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസ് വീണ്ടും തോറ്റിരിക്കുകയാണ്. ഈ IPL-ലെ മോശം ടീം മുംബൈ തന്നെയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളിപ്പോൾ പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുംബൈ ടീം ഞങ്ങൾക്ക് ഇന്ന് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. മികച്ച ബൗളിംഗാണ് ഞങ്ങൾ ഇന്ന് കാഴ്ചവെച്ചത്. മഴ പെയ്തതുകൊണ്ട് ചെറിയൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ കളി ജയിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നോക്കുന്നത് പ്ലേ ഓഫാണ്. പ്ലേ ഓഫിൽ ഞങ്ങൾ പേടിക്കുന്ന ടീം രാജസ്ഥാനാണ്. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. അവർക്കെതിരെ ജയിക്കാനാണ് ഞങ്ങളിപ്പോൾ പദ്ധതി ഇടുന്നത്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പ്ലേ ഓഫാണ്. പ്ലേ ഓഫിൽ കളിക്കാൻ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്തേണ്ടതുണ്ട്. അതിനുള്ള തന്ത്രപാടിലാണ് ഞങ്ങൾ. ഇന്നത്തെ മാച്ച് ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ശ്രേയസ് അയ്യർ വ്യക്തമാക്കി. അങ്ങനെ കൊൽക്കത്ത പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. കൊൽക്കത്ത പ്ലേ ഓഫിൽ പേടിക്കുന്ന ടീം രാജസ്ഥാനാണ്. നിലവിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും രാജസ്ഥാനും കൊൽക്കത്തയും ഉണ്ട്. ഇവർ തന്നെ ഫൈനലിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. മുംബൈ ടീം ഇങ്ങനെ തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. മുംബൈ ഓരോ കളി കഴിയുന്തോറും മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് 18 റൺസിൻ്റെ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ഈ IPL-ലെ ഏറ്റവും മികച്ച ടീമുകൾ നോക്കിയാൽ കൊൽക്കത്തയും രാജസ്ഥാനുമാണ്. അവർക്കെതിരെ ജയിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. ശരിക്കും കൊൽക്കത്തയേക്കാൾ വേഗത്തിൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 2 മാച്ചും രാജസ്ഥാൻ തോറ്റു. ഇന്ന് CSK ടീമിനെതിരെയാണ് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.